Okay. Now, social audit. See, social audit എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം, it is not mandatory. It's not a mandatory audit in most of the countries, including India. ഇന്ത്യ അടക്കം ഇതൊരു മാൻഡേറ്ററി ആയിട്ടുള്ള നമ്മൾ ചെയ്യേണ്ട ഒരു ഓഡിറ്റ് അല്ല. ഓക്കെ. അപ്പോൾ നോർമലി ഇത് എങ്ങനെയാണ് ചെയ്യുക? വോളണ്ടറിലി ആണ് ചെയ്യുക. ആരാ ചെയ്യുക? ബിസിനസ് ഓർഗനൈസേഷൻ. ഓരോ സ്ഥാപനവും അവർക്ക് തോന്നുകയാണ് ഓക്കെ നമുക്ക് സൊസൈറ്റിയോട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്, അവർ നമുക്ക് റിസോഴ്സസ് തരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ബിസിനസ്സുകൾ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ വി ഹാവ് ടു ഗിവ് ഇറ്റ് ബാക്ക് ടു ദം. ഓക്കെ, അവർക്ക് നമ്മൾ എന്തെങ്കിലും തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി സൊസൈറ്റിയെ എത്രമാത്രം ഇമ്പാക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ നോക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നൊരു ഓഡിറ്റാണ് എന്ത്? സോഷ്യൽ ഓഡിറ്റ്. ഈ സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഭാഗമാണ് ആക്ച്വലി എന്ത് നമുക്ക് എൻവയോൺമെൻറ്റൽ ഓഡിറ്റ് എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് പറയാം. ഓക്കെ. അപ്പോൾ സോഷ്യൽ ഓഡിറ്റിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? സോഷ്യൽ ഓഡിറ്റിൽ നമ്മൾ എന്താ വെച്ചാൽ ദ കോൺസെപ്റ്റ് ഓഫ് സച്ച് ഓഡിറ്റ് ഈസ് ദാറ്റ് ഇൻ ദ കോഴ്സ് ഓഫ് ഏർണിംഗ് പ്രോഫിറ്റ്, നമ്മൾ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബിസിനസ് റൺ ചെയ്യുന്ന സമയത്ത് വി ടേക്ക് റിസോഴ്സസ് ഫ്രം ദ സൊസൈറ്റി അല്ലേ. നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് റിസോഴ്സ് എടുക്കും. നിങ്ങൾ എക്കണോമിക് ടേംസ് നോക്കുകയാണെങ്കിൽ നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് എടുക്കുന്ന റിസോഴ്സസ് ആണ് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ അല്ലെ എൻ്റർപ്രീനർഷിപ്പ്. ഇതൊക്കെ നോർമലി ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് നമ്മൾ എടുക്കുന്നത്, നമ്മൾ മാനേജേഴ്സിനെ ഹയർ ചെയ്യും, നമ്മൾ ലാൻഡ് അവരുടെ അടുത്ത് നിന്ന് പർച്ചേസ് ചെയ്യും, അതേപോലെ തന്നെ നമ്മൾ ലേബേഴ്സ്, നമ്മൾ അവിടെ തൊഴിലാളികളെ നമ്മൾ യൂസ് ചെയ്യും അല്ലേ. അവരുടെ ഫണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുക ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റലായിട്ടും ഡിബഞ്ചേഴ്സ് ആയിട്ടും ലോൺ ആയിട്ടും എന്ത് ചെയ്യും നമ്മൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. സോ വി ആർ ടേക്കിംഗ് റിസോഴ്സസ് ഫ്രം ദ സൊസൈറ്റി ആൻഡ് വാട്ട് വി ആർ ഗിവിങ് ബാക്ക്, എന്താണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ. സോ ഇൻ റിട്ടേൺ ദേ ഷുഡ് ഡിസ്ചാർജ് സെർട്ടൻ ഡ്യൂട്ടീസ്. സോ ഇത് നമ്മുടെ ഡ്യൂട്ടിയാണ് എന്ത് നമ്മൾ തിരിച്ച് ചില സാധനങ്ങൾ ഈ സൊസൈറ്റിക്ക് കൊടുക്കുക എന്ന് പറയുന്നത്. ഓക്കെ. സൊസൈറ്റി ഫോർ ലോങ് ടേം സസ്റ്റൈനബിലിറ്റി, ഒരു ദീർഘകാല നിലനിൽപ്പിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മളെ ബിസിനസ്സും അതേപോലെ സൊസൈറ്റിയും നിലനിൽക്കണം, ബിസിനസ്സും നിലനിൽക്കണം, സൊസൈറ്റിയും നിലനിൽക്കണം അല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വി ഹാവ് ടു റിട്ടേൺ ബാക്ക് സംതിങ് ടു ദം അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ പാസ്റ്റ് ഇയേഴ്സിൽ, അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സ്റ്റഡിയാണ് ആക്ച്വലി എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ സോഷ്യൽ ഓഡിറ്റിൽ നമ്മൾ നോർമലി ചെയ്യുന്നത്. ഓക്കെ. സോ ഇൻ ഓർഡർ ടു മെഷർ how far business organizations been able to discharge their social responsibility, etramatram how far they are able to discharge social responsibility or social welfare, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കോൺസെപ്റ്റ് ഓഫ് സോഷ്യൽ ഓഡിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എത്രമാത്രം നമുക്ക് ബിസിനസ്സിന് നമുക്ക് നമ്മുടെ സൊസൈറ്റിയോടുള്ള റെസ്പോൺസിബിലിറ്റി നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ കടമ നിറവേറ്റാൻ പറ്റിയിട്ടുണ്ട് സൊസൈറ്റിയോട് എന്നുള്ള ഒരു സ്റ്റഡിയാണ് ആക്ച്വലി എന്ത് സോഷ്യൽ ഓഡിറ്റിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. സോഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇവാലുവേഷൻ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ ഓഫ് ഓപ്പറേഷൻസ് ഓഫ് ആൻ എൻറ്റിറ്റി. ഒരു സ്ഥാപനത്തിൻ്റെ ഓപ്പറേഷൻ തന്നെയാണ് നമ്മളവിടെ സ്റ്റഡി ചെയ്യുന്നത്, സാധാരണ ഓഡിറ്റിൽ ചെയ്യുന്ന മാതിരി. പക്ഷേ അവിടെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നതിൻ്റെ ഇൻറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ആക്യുറസി ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടല്ല, അവിടെ നമ്മൾ എക്സാമിനേഷൻ ഓഫ് റെക്കോർഡ്സ് ചെയ്യും. പക്ഷേ എന്താണ് റിലേറ്റിംഗ് ടു സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയായി കണക്ട് ചെയ്യുന്ന ഫിനാൻഷ്യൽ റെക്കോർഡ്സ് നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ചില സ്ഥാപനങ്ങൾ CSR ഫണ്ടുകൾ അല്ലേ, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കമ്മിറ്റീസ് ഉണ്ടാവും, അതുപോലെ തന്നെ അതിൻ്റെ ഫണ്ടുകൾ ഉണ്ടാവും. അതല്ലെങ്കിൽ നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് ഇതിൻ്റെ ഒന്നും പാർട്ട് അല്ലെങ്കിൽ പോലും ചിലപ്പോൾ എന്ത് ചെയ്യും നമ്മൾ സൊസൈറ്റിയോട് പല രീതിയിൽ കമ്മിറ്റഡ് ആയിട്ട് പല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ എത്രമാത്രം ഉണ്ട് അതിൻ്റെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും നമ്മൾ ചെക്ക് ചെയ്യാം. ആൻഡ് ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ഓഫ് ഇമ്പാക്റ്റ് ഓഫ് ഓർഗനൈസേഷൻസ് ആക്ടിവിറ്റീസ് ഓൺ ദ സൊസൈറ്റി. അതേപോലെ തന്നെ ഒന്നെന്താണ് നമ്മൾ അതിൻ്റെ ഓപ്പറേഷൻസ് ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ റെക്കോർഡ്സ് ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയായി കണക്ട് ചെയ്യുന്ന റെക്കോർഡ്സ് ചെക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി ക്രിട്ടിക്കലായിട്ട് നമ്മൾ എക്സാമിൻ ചെയ്തിട്ട് അത് എത്രമാത്രം ഇമ്പാക്റ്റ് സൊസൈറ്റിയിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഓർഗനൈസേഷൻ ആക്ടിവിറ്റിയിൽ നിന്ന് സൊസൈറ്റിയിലേക്ക് ഉണ്ടാവുന്നുണ്ട് എന്ന് എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ഇതാണ് എന്ത് ആക്ച്വലി സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ.